ശ്രീത്തെ അറിയപ്പെടുന്ന ഒരു BJP വിരുദ്ധയാണ് സ്വരാ ഭാസ്കർ എന്ന് പറയുന്നത്. സ്വരാ ഭാസ്കറിൻ്റെ ഭർത്താവ് ഇത്തവണ BJPക്കെതിരെ മത്സരിക്കാനായിട്ട് നിന്ന് തോറ്റ് തുന്നമ്പാടി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സ്വരാ ഭാസ്കർ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത്? ഇത് നരേന്ദ്രമോദിയുടെ ഫാസിസമായിട്ടാണോ സ്വരാ ഭാസ്കർ കണക്ക് കൂട്ടുന്നത്? തീർച്ചയായും ഈ ഇടതുപക്ഷ ഒരു വിഭാഗമുണ്ടല്ലോ, ഈ സിനിമ നടിമാർ, അതെ, എഴുത്തുകാർ, നടിമാർ, അത്തരത്തിൽപ്പെടുന്ന ഒരാളായിരുന്നു സ്വരാ ഭാസ്കർ. സ്വരാ ഭാസ്കർ എന്തായാലും മോദിയുടെ ചില നിലപാടുകൾക്കെതിരെയും അതോടൊപ്പം തന്നെ ഈ സംഘപരിവാറിൻ്റെ നിലപാടുകൾക്കെതിരെ നിരന്തര വിമർശനം ഉന്നയിക്കുന്ന ഒരാളായിരുന്നു. അതിനാൽ തന്നെ മലയാളികൾക്ക് ഉൾപ്പെടെ കേരളത്തിലെ തന്നെ ഇടതുപക്ഷ വിഭാഗമുണ്ടല്ലോ, ഒരു ഇടതുപക്ഷ വിഭാഗത്തിന് തന്നെ ഈ സ്വരാ ഭാസ്കറിന് ഇഷ്ടമായിരുന്നു. അവരെ വളരെ പിന്തുണയ്ക്കുന്ന രീതിയിൽ സ്വരാ ഭാസ്കർ കേരള യൂണിറ്റ് എന്ന രീതിയിൽ തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും അതോടൊപ്പം തന്നെ എക്സിലെല്ലാം പോയി നിലപാടുകൾ വ്യക്തമാക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ഇവരുടെ വിവാഹവും പിന്നീട് ചർച്ചയായിരുന്നു. അത് ഇവർ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു മുസ്ലിം യുവാവിനെയാണ്, ഫവാദ് അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ വിവാഹം കഴിച്ചപ്പോഴും വലിയ രീതിയിൽ സംഘപരിവാർ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് വലിയ വിമർശനം ഉണ്ടായിരുന്നു. അത് ലൗകികതയുടെ ഭാഗം എന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ അവർ എന്തായാലും അങ്ങനെയാണെങ്കിൽ എന്തായാലും തങ്ങളെ വിമർശിക്കുന്ന ഒരാൾ അങ്ങനെ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന രീതിയിലായിരുന്നു ആ നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം അപ്പോൾ എസ് പി അറിയാം, സമാജ്വാദി പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു, യുവ നേതാവായിരുന്നു. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം NCPയിൽ ചേർന്നു. NCP ശരത് പവാർ വിഭാഗത്തിൽ ചേരുകയും അതിൻ്റെ യുവജന നേതാവാകുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു വീണ്ടും ഒരു വിവാദമുണ്ടായിരുന്നു. ഈ ഭർത്താവും ഈ സ്വരാ ഭാസ്കറും കൂടെ ഒരു മതപണ്ഡിതനെ, ഒരു മുസ്ലിം മതപണ്ഡിതനെ കാണാൻ പോകുന്നു. അപ്പോൾ ഈ തട്ടമിട്ട് നിൽക്കുന്ന, ഈ ചുരിദാറിനോടൊപ്പം തന്നെ തട്ടമിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നിരുന്നു. ആ ചിത്രം വലിയ രീതിയിൽ തന്നെ സൈബർ ഇടത്ത് ചർച്ചയാകുകയും ഇവർ മതം മാറിയതായ രീതിയിൽ വലിയ വിമർശനം ഉയരുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല കാര്യം. ഇവരുടെ ഭർത്താവ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലാണ് മത്സരിച്ചത്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ BJP വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരുന്നത്. മഹായുദ്ധി സഖ്യം ഉൾപ്പെടെയുള്ള 200-ലധികം സീറ്റ് നേടി ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയം മഹാരാഷ്ട്രയിൽ അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വലിയ വിജയത്തിൽ പെട്ടുപോയ ഒരാളാണ് ഈ സ്വരാ ഭാസ്കറുടെ ഭർത്താവ്. അദ്ദേഹം ഇപ്പോൾ ദയനീയമായി തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ നടി രംഗത്ത് വന്നിരിക്കുന്നത്. തൻ്റെ ഭർത്താവിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെ എല്ലായിടത്തും ഹരിയാനയിലും ഈ ചില കോൺഗ്രസ് നേതാക്കൾ അതോടൊപ്പം ഹരിയാനയിൽ തോൽവിക്ക് ശേഷം ഈ മഹാരാഷ്ട്രയിലെല്ലാം കോൺഗ്രസ് പ്രമുഖ നേതാക്കൾ തന്നെ ഈ വോട്ടിംഗ് മെഷീനിൽ കാവലിരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. കാരണം ചിലപ്പോൾ ഈ പ്രശ്നം അന്ന് ഈ ഇതിൽ കൃത്രിമം കാണിക്കാനുള്ള BJP തന്ത്രങ്ങളുണ്ട് എന്ന രീതിയിൽ. അതോടൊപ്പം തന്നെ പണ്ട് ഹരിയാനയിൽ ജയിച്ചപ്പോഴും ഇത്തരത്തിലൊരു സമാനമായ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. 90% ബാറ്ററി ഉള്ളിടത്ത് BJP ജയിക്കുന്നു, 90% വോട്ടിംഗ് മെഷീനിൽ ഇതുവരെ വിട്ടില്ലേ? അല്ല, അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ സ്വരാ ഭാസ്കറും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അനുശക്തി നഗർ മണ്ഡലത്തിലായിരുന്നു ഇദ്ദേഹം മത്സരിച്ചത്. ഈ പറയുന്നത് ഈ തുടക്കത്തിൽ ഈ സ്വരാ ഭാസ്കറിൻ്റെ ഭർത്താവിന് ലീഡുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ ലീഡുണ്ടായിരുന്നു. അതിനുശേഷം 17, 18, 19 റൗണ്ടുകളിൽ പെട്ടെന്ന് എണ്ണുമ്പോൾ അത് 99% ബാറ്ററി ചാർജുള്ള മെഷീനുകളിലാണ് എണ്ണിയത്. ആ മെഷീനിൽ എണ്ണിയപ്പോൾ തൻ്റെ ഭർത്താവ് പിന്നോട്ട് പോയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ തിരുവനന്തപുരത്തെ BJPക്കാരാണ് ഉന്നയിക്കാനുള്ളത്. കാരണം തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിൽ ചാർജ് ചെയ്യുന്ന മണ്ഡലങ്ങൾ എണ്ണുന്നുണ്ടല്ലോ. അവസാനം ഈ കോവളം, പാറശാല, അതോടൊപ്പം തന്നെ മറ്റൊരു നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ പോകുമ്പോഴാണ് പരാജയപ്പെടുന്നത്. അത് ചിലപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയായിരിക്കുമല്ലോ. ഇപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ നാം കണ്ടു, എല്ലാവരും പറയും പോലെ പാലക്കാട് നഗരത്തിൽ ചിലപ്പോൾ BJPക്ക് വോട്ട് കൂടാം. പിന്നീട് നാം പിരായി ഉൾപ്പെടെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പോകുമ്പോൾ വലിയ രീതിയിൽ BJPക്ക് പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ചിലപ്പോൾ അതിന് സമാനമായ ഒരു മണ്ഡലമായിരിക്കാം ഈ മണ്ഡലവും. തങ്ങളുടെ ശക്തി കേന്ദ്രം എണ്ണിയപ്പോൾ ഇവരുടെ ഭർത്താവ് മുന്നിട്ട് നിൽക്കുകയും പിന്നീട് പിന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. പക്ഷേ അത് ആ തോൽവി അംഗീകരിക്കാതെ ഇത്തരം ഒരു മണ്ടൻ രീതിയിലുള്ള ഒരു ആരോപണം, ഈ 99% ചാർജുള്ള EVMകളിൽ BJP മുന്നേറുകയും അതിന് താഴെയുള്ള മണ്ഡലങ്ങളിൽ മെഷീനുകളിൽ തൻ്റെ ഭർത്താവ് മുന്നേറുകയും എന്ന വാദമാണ്
ഉന്നയിച്ചിരിക്കുന്നത്. ഇത് പ്രതികരണം വന്നിരിക്കുന്നത് എക്സിലൂടെയാണ് ഇവർ പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വെറുതെ വിടില്ലെന്നും നടിയും ഭർത്താവും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വെറുതെ വിടില്ല. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ EVM-നെ കുറ്റം പറയുന്ന ഒരു രീതി ഇതുവരെ മാറിയില്ലല്ലേ? ഇല്ല, മാറിയിട്ടില്ല. അത് പക്ഷെ വേറെ തമാശയുണ്ട്. ഇവർ വിജയിക്കുമ്പോൾ EVM-കൾ വളരെ ശരിയാണ്. ഇപ്പോൾ കർണാടകയിൽ ശരിയായിരുന്നു. അതോടൊപ്പം തന്നെ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം ബാലറ്റ് പേപ്പറിലോട്ട് തിരിച്ചു പോകണമെന്നാണ് ഇപ്പോഴും കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ തിരിമറി കാണിച്ചവരാണ് ഈ കോൺഗ്രസ്സുകാർ എന്നുള്ളതാണ് വേറൊരു കാര്യം. അല്ല, അതിൽ വേറൊരു തമാശയുണ്ട്. ആദ്യകാലങ്ങളിൽ അത് ഈ ബാലറ്റ് പേപ്പർ BJP അത് എതിർത്തിരുന്നു. ആദ്യം വോട്ടിംഗ് മെഷീനെ എതിർത്തിരുന്നത് BJP ആണ്. യഥാർത്ഥത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ബാലറ്റ് പേപ്പറാണ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാൻ ഏറ്റവും എളുപ്പവും കൃത്രിമം കാണിക്കാൻ ഏറ്റവും വിഴുങ്ങാം വേണമെങ്കിൽ അതിങ്ങനെ ചുരുട്ടിക്കൂട്ടി വിഴുങ്ങിട്ട് പുതിയതിടാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ. കാരണം ഒരു രണ്ട് സ്ഥാനാർത്ഥികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചു. 2 സീറ്റിന് എതിർ മുന്നിൽ നിന്നപ്പോൾ മറ്റേ പിന്നിൽ നിന്ന സ്ഥാനാർത്ഥി ഇതെടുത്ത് വിഴുങ്ങി. അങ്ങനെ പിന്നെ പോലീസ് പിടിക്കുന്ന സാഹചര്യമുണ്ട്. അല്ല, ഇത് മറ്റൊരു കാര്യം ഇതാണ്. ഹരിയാനയിലെ ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ നടക്കുമ്പോൾ ഹരിയാനയിലെ EVM-കൾ ഇലക്ഷൻ്റെ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാകുന്നു ഇവർ പറയുന്നു. അതിൽ ഹൈജാക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ജമ്മു കാശ്മീരിലെ BJPക്ക് പിടിക്കാനുള്ള ആഗ്രഹം കാണും. കാരണം ജമ്മു കാശ്മീരാണല്ലോ എല്ലാ കാലത്തും ഈ അവരുടെ മുഖ്യമന്ത്രി ജമ്മു കാശ്മീരിൽ ഒരു ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ഭരണത്തിൽ വരിക എന്നതാണ് BJP വർഷങ്ങളായി BJPയുടെ ആഗ്രഹം. അത് നടപ്പിലാക്കുന്നതാണല്ലോ BJPയുടെ പ്രധാന ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അവിടെ ഹാക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ ഇപ്പൊ ഹരിയാനയിൽ എന്തായാലും 5 വർഷം മാറുമ്പോൾ അവരുടെ ഭരണം വരികയാണല്ലോ. അതുപോലെയാണ് ഇതാ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ മെഷീൻ കംപ്ലൈന്റ് ആയിരുന്നു. പക്ഷേ ജാർഖണ്ഡിൽ നല്ല പൊളി മെഷീനായിരുന്നു. അതുകൊണ്ടാണ് അത് അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഈ BJP ജയിക്കുന്നിടത്ത് വർഗീയതയുടെ വിജയവും മറ്റേ സ്നേഹത്തിന്റെ മതേതരത്വത്തിന്റെ വിജയവും നമ്മുടെ റിയാസ് പറയുന്നത് കേട്ടു. അതായത് UDF-ന്റെ കാലത്ത് വന്ന സീപ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ് വർഗീയ ഫാസിസ്റ്റ് സീപ്ലെയിനാണ്. പക്ഷേ നമ്മുടെ കാലത്ത് വന്നത് മതേതരത്വ ജനാധിപത്യ സീപ്ലെയിൻ ആണ് കേട്ടോ. അതുപോലെയാണ് ഇവരുടെ ലൈൻ. ഈ ഇന്ത്യ മുന്നണിക്കകത്ത് വിടുന്ന എല്ലാ ആൾക്കാരും ഈ ലൈനിലൂടെ തന്നെയാണല്ലേ കടന്നു പോകുന്നത്. അതെ. അല്ല, ഇപ്പൊ എന്തായാലും സ്വരാ ഭാസ്കർ എയറിലാണ്. കാരണം തുടർച്ചയായി തന്നെ ഇവർ മതേതരത്വവും സ്വാതന്ത്ര്യവും എല്ലാം പറയുന്ന ഒരു വ്യക്തിയാണ്. തട്ടവുമിട്ട് മതപണ്ഡിതന്റെ അടുത്ത് പോയി നിൽക്കുന്നതും അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യമില്ലായ്മയെ കുറിച്ച് അവർ സംസാരിക്കും. നമ്മുടെ ഇന്ത്യയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, എല്ലാവരും തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം, സ്വന്തം ഇഷ്ടം വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് പറയുന്ന സ്വരാ ഭാസ്കറാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മതത്തിലെ ഒരു പ്രമുഖ പുരോഹിതൻ്റെ അടുത്ത് പോയി ഇത്തരം വസ്ത്രം ധരിച്ച് നിൽക്കുന്നതും അതോടൊപ്പം തൻ്റെ ഭർത്താവിന് വേണ്ടി വോട്ട് തേടുന്നത്. അതെല്ലാം നല്ല കാര്യം തന്നെ. പക്ഷെ പരാജയപ്പെട്ടപ്പോൾ പരാജയം അംഗീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അതിനുമെങ്കിൽ അവർ തയ്യാറാകണമായിരുന്നു. അല്ലാതെ ഇടതുപക്ഷത്തിനെ പോലെ ഈ വോട്ട് എന്താണ് ഈ മിഷീന്റെ കംപ്ലൈന്റ് ആരോപിക്കുന്ന രീതി തുപ്പി തോപ്പിക്കുക എന്നുള്ള രീതിയാണ്. ശരിക്കും ജയിക്കാൻ ആദർശം കൊണ്ട് ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷം 51 വെട്ടും. പക്ഷേ വേറെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ തുപ്പി തോപ്പിക്കാനായിട്ട് ശ്രമിക്കും. എന്തായാലും പരാജയം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ഇടതുപക്ഷ കുറെ പ്രവർത്തകരായി ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരു ലിബറൽ, അവരെല്ലാം ഇപ്പോൾ കാണാനില്ല. പൊതുവെ അവരെല്ലാം ഒതുങ്ങിയ മറ്റാണ്. അതെ, അടിച്ചൊതുക്കി ജനങ്ങളും പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ ആരെങ്കിലും മത്സരിക്കാൻ കനേകുമാർ മോദിനെ ഉറങ്ങില്ല എന്ന് പറഞ്ഞു. അത് കോൺഗ്രസ് ഒന്നല്ലോ. അല്ല, അദ്ദേഹം ഉറക്കാതിരുന്നിട്ട് പിന്നീട് 2014 അദ്ദേഹം പോയി ബീഹാറിൽ തിരഞ്ഞെടുപ്പ് മത്സരിക്കുകയാണ്. അന്ന് പരാജയപ്പെട്ടു. അതിനുശേഷം കോൺഗ്രസിൽ ചേർന്നു. ഈ രാഹുൽ ഗാന്ധിയോട് സീറ്റ് കിട്ടാൻ വേണ്ടി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന് തടി കുറഞ്ഞു. ഈ ഡൽഹിയിൽ വന്ന് മത്സരിച്ചു. ഡൽഹിയിൽ വലിയ പരാജയമായിരുന്നു. മറ്റൊരു കാര്യമുണ്ട്. ഈ സ്വരാ ഭാസ്കർ ഇത്തരത്തിലുള്ള ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരം വിഘടനവാദികൾക്ക് വേണ്ടി പലയിടങ്ങളിലും ഈ വോട്ട് ചോദിച്ചു പോകും. കന്യാകുമാരിന് ഉൾപ്പെടെ ഇവർ വോട്ട് ചോദിച്ചു പോകുന്ന ഞാൻ കണ്ടു ഒരു 7-8 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇവർ വോട്ട് ചോദിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇവരുടെ കഴിവ് കൊണ്ട് ഒരാൾ പോലും ജയിച്ചിട്ടില്ല. അവസാനം ഇവരുടെ ഭർത്താവ് തന്നെ തോറ്റിരിക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥികൾ കൂടി ഉണ്ടാകും.
ഇവർ കൂടി ഒന്ന് മത്സരിച്ചിരുന്നെങ്കിൽ നന്നായിരിക്കുമായിരുന്നു.